ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ വലിയൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. നാം വേദപുസ്തകത്തിലേക്ക് തിരിയുമ്പോൾ വേദപുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, മൃഗങ്ങളെയും മനുഷ്യനെയും ദൈവം ഉണ്ടാക്കിയത് ഒരേ ദിവസം തന്നെയാണ്. അത് 6-ാം ദിവസമാണ്. നമ്മൾക്കറിയാം ദൈവം മനുഷ്യനെ 6-ാം ദിവസമാണ് സൃഷ്ടിച്ചത്. എന്നാൽ ആ ദിവസം തന്നെയാണ് മൃഗങ്ങളെയും അവൻ സൃഷ്ടിച്ചത്. അതിനൊരു കാരണമുണ്ട്. അങ്ങനെ ചെയ്തതിന് ആ ദിവസത്തിൻ്റെ 1-ാം ഭാഗത്ത് അവൻ മൃഗങ്ങളെ സൃഷ്ടിച്ചു. 6-ാം ദിവസത്തിൻ്റെ 2-ാം ഭാഗത്ത് മനുഷ്യനെ സൃഷ്ടിച്ചു. അതിന് തലേദിവസം അവൻ പക്ഷികളെയും മീനുകളെയും ഒക്കെ സൃഷ്ടിച്ചു. പക്ഷികളും മീനുകളും ഒക്കെ മനുഷ്യരിൽ നിന്ന് വളരെ വ്യത്യസ്തരാണ്. എന്നാൽ നമ്മളെ മൃഗങ്ങളുടെ ശാരീരിക ഘടന പരിശോധിക്കുമ്പോൾ മൃഗത്തിൻ്റെയും മനുഷ്യൻ്റെയും ശാരീരിക ഘടനയിൽ വളരെ സാമ്യമുണ്ട്. കണ്ണുകൾ, കാല്, ആന്തരിക അവയവങ്ങൾ ഒരേ മണ്ണിൽ നിന്നാണ് ഉണ്ടാക്കിയത്. എന്നാൽ ഒരു വ്യക്തമായ വ്യത്യാസമുണ്ട്. ആ കാര്യമാണ് മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അത് നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ എങ്കിൽ മനുഷ്യൻ മൃഗങ്ങളുടെ നിലവാരത്തിലേക്ക് താണുപോകും. ദൈവം മനുഷ്യനെ ഈ കാര്യം ഗ്രഹിപ്പിക്കാനാണ് മനുഷ്യനെ ദൈവം മൃഗങ്ങളെ സൃഷ്ടിച്ച അതേ ദിവസം തന്നെ മനുഷ്യനെ സൃഷ്ടിച്ചു. ഒരേ മണ്ണിൽ നിന്ന് വളരെ സാമ്യമുള്ളവരായി ആന്തരിക അവയവങ്ങളും ഒരുപോലെയുള്ള പുറമേയുള്ള അവയവങ്ങളും, എന്നാൽ വളരെ പ്രധാനപ്പെട്ട വ്യത്യാസമുണ്ട് താനും. ദൈവം മനുഷ്യന്റെ മേൽ ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി. അതിന് കാരണം ദൈവം മനുഷ്യന് ഒരാത്മാവിനെ കൊടുത്തു. 1 തെസ്സലോനിയർ 5-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം നമ്മൾ വായിക്കുന്നു, മനുഷ്യൻ ആത്മാവ്, ദേഹി ദേഹം. എന്നാൽ ഒരു മൃഗത്തിന് ഒരാത്മാവില്ല. ഒരു മൃഗത്തിന് മനസ്സുണ്ട്, അതിന് ചിന്തിക്കാൻ കഴിയും, അതിന് വികാരങ്ങളുണ്ട്, ഒരു പട്ടിക്കുള്ളതുപോലെ, മനുഷ്യനെ പോലെ തന്നെ. എന്നാൽ അവർക്കൊരാത്മാവില്ല. ദൈവം മനുഷ്യന്റെ മേൽ ഊതി മനുഷ്യന് അവന്റെ ഒരു ഭാഗം കിട്ടി, മൃഗത്തിനില്ലാത്തത്. ആ കാര്യത്തിന് മനുഷ്യൻ മൂല്യത കൊടുക്കുന്നില്ലെങ്കിൽ അവനിലുള്ള ആ ഭാഗത്തിന് മൃഗങ്ങളിലില്ലാത്ത അവൻ വളരെ പെട്ടെന്ന് മൃഗങ്ങളുടെ നിലവാരത്തിലേക്ക് താണുപോകും. നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിൽ അതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതം കർത്താവിന് കൊടുത്തു കഴിയുമ്പോൾ ദൈവം അവനെ ആ സ്ഥാനത്തേക്ക് മടക്കിക്കൊണ്ടുവരും. ആദാമിനെ ദൈവം സൃഷ്ടിച്ചപ്പം അവനായിരുന്ന ഇടത്തേക്ക് അവൻ്റെ ആത്മാവിന്, അതിന് മുഖ്യതയും അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാഗമായി മാറും. പാപം വരുന്നതിന് മുമ്പുണ്ടായിരുന്ന പോലെ പാപം വന്നപ്പം മനുഷ്യൻ്റെ ആത്മാവ് മരിച്ചു. ദൈവവുമായിട്ടുണ്ടായിരുന്ന ബന്ധം മരിച്ചു. അങ്ങനെ അവൻ്റെ ആത്മാവ് മരിച്ചപ്പം അവനൊരു മൃഗത്തെ പോലെ തന്നെ ജീവിച്ചു. കാരണം അവൻ്റെ സത്തയുടെ ആ പ്രധാന ഭാഗം അത് മരിച്ചു. പാപം കാരണം അത് തിരിച്ചു തരാനാണ് യേശു വന്നത്, ആ ആത്മാവിന് ജീവൻ തരാൻ. അതാണ് ഒരാൾ വീണ്ടും ജനിക്കുമ്പം സംഭവിക്കുന്നത്. ദൈവം ഒരു മനുഷ്യന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ നൽകുമ്പോൾ നമ്മുടെ ആ അകത്തുള്ള മനുഷ്യൻ അത് പുതുക്കപ്പെടും, അത് ജീവനുള്ളതാവും, ഉയർത്തെഴുന്നേറ്റതുപോലെ. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളോട് സ്നാനപ്പെടണമെന്ന് പറയുന്നത്. കാരണം സ്നാനത്തിൽ നാം ഏറ്റുപറയുന്നത്, എൻ്റെ ആത്മാവിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടായി. അങ്ങനെ അവൻ്റെ ആത്മാവ് ഒരിക്കൽ ജീവനുള്ളതായാൽ നമ്മുടെ ഉള്ളിൽ നമുക്കെപ്പോഴും ഒരു തെരഞ്ഞെടുപ്പ് കാണാൻ കഴിയും. ഒരു തെരഞ്ഞെടുപ്പ്, നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ്, ദൈവത്തിൻ്റെ ആ ശ്വാസം, ദൈവം നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ മണ്ണുകൊണ്ടുണ്ടാക്കിയ ശരീരത്തിൻ്റെ ആഗ്രഹം അനുസരിച്ച് മൃഗങ്ങളെ പോലെ തന്നെ. അങ്ങനെ നമ്മൾ തന്നെ ഈ 2 വലികൾ നമുക്കെല്ലാവർക്കും അറിയാം. ഈ ശരീരത്തിലുള്ള ആഗ്രഹങ്ങളും മോഹങ്ങളും അത് നമ്മളെ താഴേക്ക് വലിക്കുന്നു, ഈ ഭൂമിയിലുള്ള കാര്യങ്ങളിലേക്ക്. എല്ലായ്പ്പോഴും നമ്മളെ പാപത്തിലേക്ക് നയിക്കുന്ന പല കാര്യങ്ങളിലും ദൈവം നമുക്ക് തന്ന ഈ മനോഹരമായ ശരീരം നശിപ്പിക്കുന്നതിലേക്ക് അത് കൊണ്ടുപോകുന്നു. അതേ സമയത്ത് യേശു നമ്മുടെ ഉള്ളിൽ വന്ന്
നമ്മുടെ സത്തയെ നാം പരിശുദ്ധാത്മാവിനാണ് തുറന്നു കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ മറ്റൊരു വലി, നിങ്ങളൊരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണെങ്കിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ഒരു വലി അത് നിങ്ങളെ വിളിക്കും ഈ മോഹങ്ങളെ അതിജീവിക്കാനായിട്ടും നിത്യതയിൽ വിലയുള്ള കാര്യങ്ങൾക്കായിട്ട് ജീവിക്കാൻ, സ്വർഗീയ കാര്യങ്ങൾക്കായിട്ട്, ദൈവിക കാര്യങ്ങൾക്ക്. ഒരു മൃഗവും ഈ വലി അനുഭവിക്കുന്നവരല്ല. അതുകൊണ്ട് നമ്മളിവിടെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പം അവൻ ചിലത് പറഞ്ഞു. അവൻ മറ്റുള്ളതിനെയെല്ലാം മൃഗങ്ങളെ സൃഷ്ടിച്ചപ്പോൾ അവൻ അതിൻ്റെ ഉദ്ദേശം പറഞ്ഞതായിട്ട് കാണുന്നില്ല, താനുമായി ബന്ധപ്പെട്ടുള്ളത്. എന്നാൽ അവൻ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ അവൻ ഇങ്ങനെ പറഞ്ഞു, നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുക. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം അവനെക്കുറിച്ചുള്ള ഉദ്ദേശം പറയുകയാണ്. എന്നാൽ മറ്റെല്ലാ സൃഷ്ടികളെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി 1-ാം അധ്യായം 3-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ദൈവം ചില കാര്യങ്ങൾ സംസാരിക്കുന്നു, ലൈറ്റ് ഉണ്ടാകുന്നു. ദൈവം ചില കാര്യങ്ങൾ സംസാരിക്കുന്നു, ഉണങ്ങിയ നിലം ഉണ്ടാകുന്നു. ദൈവം മറ്റു ചില കാര്യങ്ങൾ പറയുന്നു, സൂര്യനും ചന്ദ്രനും ഉണ്ടാകുന്നു. ദൈവം പിന്നെയും ചില കാര്യങ്ങൾ പറയുന്നു, പക്ഷികളും മത്സ്യവും ഉണ്ടാകുന്നു. ഇതുപോലെ തന്നെയാണ് മൃഗങ്ങളെ സംബന്ധിച്ചു. ജീവജന്തുക്കൾ ഭൂമിയിൽ നിന്ന് ഉളവായി വരട്ടെ, 24-ാം വാക്യം. എന്നാൽ ദൈവം ഇങ്ങനെ പറഞ്ഞില്ല, മനുഷ്യൻ ഉണ്ടായി വരട്ടെ, സ്ത്രീ ഉണ്ടായി വരട്ടെ എന്ന്. മറ്റെല്ലാ സൃഷ്ടിയും സൃഷ്ടിച്ചതുപോലെ മനുഷ്യൻ പ്രത്യേകതയുള്ളവനായിരുന്നു ദൈവം സൃഷ്ടിച്ച മറ്റെല്ലാ സൃഷ്ടിയേക്കാളും. കാരണം അവനെ ദൈവം സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചത് ദൈവത്തിന്റെ സ്വന്തം സാദൃശ്യത്തിലാണ്. സ്വർഗത്തിലുള്ള ദൂതന്മാർ പോലും ആ പ്രത്യേകത ഉള്ളവരല്ല. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവം പറഞ്ഞു, നമുക്ക് മനുഷ്യനെ നമ്മുടെ സ്വരൂപത്തിൽ, നമ്മുടെ സാദൃശ്യപ്രകാരം. എപ്പം മനുഷ്യൻ ഇപ്രകാരം ജീവിക്കുമ്പം, ദൈവത്തിന്റെ സ്വരൂപം പ്രതിഫലിപ്പിക്കുമ്പം അവന് അധികാരമുണ്ട്. അവര് വാഴട്ടെ. ആ വാക്കിനെ കുറിച്ച് ചിന്തിക്കുക. അവര് എന്ന് പറയുമ്പോൾ മനുഷ്യനും സ്ത്രീയും സൃഷ്ടിക്കപ്പെട്ടത് രാജാക്കന്മാരായിട്ടാണ്, വാഴാൻ വേണ്ടി അവരുടെ ജഡമോഹത്തെ ഈ ഭൂമിയിലുള്ള എല്ലാത്തിനെയും ഭരിക്കാൻ അവർ രാജാക്കന്മാരായിരിക്കണം. എന്നാൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കൂ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവൻ അപ്പോൾ തന്നെ ഒരു അടിമയായി. രാജാവ് താഴോട്ട് വന്ന് ഒരു നിമിഷം കൊണ്ട് അടിമയായി. ഒരു ഒറ്റ അനുസരണക്കേട് കാരണം. ആ ഏദൻ തോട്ടത്തിൽ ആദാം ചെയ്തത്, അവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ശബ്ദം ഉണ്ടായിരുന്നു. അത് പറഞ്ഞു, ദൈവം അരുതെന്ന് പറഞ്ഞത് ഭക്ഷിക്കരുത്. എന്നാൽ ആ ശബ്ദം അവൻ അനുസരിച്ചില്ല. അവൻ അനുസരിച്ചത് പൊടിയിൽ നിന്നുണ്ടാക്കിയ ജഡത്തിന്റെ ഇച്ഛയാണ്. ഞാനും നിങ്ങളും ഒരു പൊടിയുടെ ഭാഗം നമുക്കുണ്ട്, ആത്മാവിന്റെ ഒരു ഭാഗമുണ്ട്. ആത്മാവിന്റെ ഭാഗം നമ്മളെ മുകളിലേക്ക് വലിക്കുന്നു, ദൈവത്തിങ്കിലേക്ക്. എന്നാൽ ജഡത്തിന്റെ ആ ഭാഗം നമ്മളെ വലിക്കുന്നത് താഴേക്കാണ്, ഈ ഭൂമിയിലുള്ള കാര്യങ്ങളിലേക്ക്. നമുക്ക് ഈ ഭൂമിയിലെ കാര്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയില്ലെന്നല്ല. ശരിക്കും പറഞ്ഞാൽ ആദമിനെയും ഹവ്വയെയും ആ തോട്ടത്തിലേക്ക് അയക്കുമ്പം അവിടെ ആയിരക്കണക്കിന് മനോഹരമായ വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു. ദൈവമാണ് ആദാമിനെ ഭക്ഷണത്തോടുള്ള ആഗ്രഹത്തോടെ ജനിപ്പിച്ചത്. വിശപ്പ് മനുഷ്യ ശരീരത്തിന് കൊടുത്തത് ദൈവമാണ്. ഭക്ഷണത്തോടുള്ള ആഗ്രഹം തെറ്റോ ദുഷ്ടതയോ അല്ല. അത് തെറ്റായ ഒരു വഴിയിൽ നിറവേറ്റുമ്പോഴാണ് അതൊരു പാപമാവുന്നത്. ദൈവം ആദാമിനോട് പറഞ്ഞില്ല, നീ ഒന്നും കഴിക്കാൻ പാടില്ല എന്ന്. ഇതെല്ലാം ഉപേക്ഷിച്ച് നീ ഒരു സന്യാസിയാണെന്ന്, നീ ഉപവസിക്കണമെന്ന്, നീ പോയി നിനക്ക് ഇഷ്ടമുള്ളത് എന്തും കഴിച്ചോളുക. എന്നാൽ ഇവിടെ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ആദമും ഹവ്വയും ആ വൃക്ഷത്തിന് മുമ്പിൽ നിന്നപ്പം ഇവിടെ അവർ അഭിമുഖീകരിക്കുകയാണ് ദൈവശബ്ദത്തിന്റെ ആ വലി. ദൈവം അവരോട് പറയുന്നു, അവന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ജീവിക്കുക. മറു സൈഡിൽ ശരീരത്തിന്റെ വലി ആ മനോഹരമായ വൃക്ഷത്തിലേക്ക് വലിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അതിന്റെ 6-ാം വാക്യത്തില്, സ്ത്രീ വൃക്ഷത്തിൽ എന്തോ കാണുന്നു, അത് ഭക്ഷിപ്പാൻ നല്ലതാണെന്ന് അവിടെ കണ്ണുകൊണ്ട് കാണുന്നു. അവിടെ കണ്ണിനത് ഭംഗിയുള്ളതായിരുന്നു. അവളുടെ ശരീരത്തിന് അത് ആകർഷമായിട്ട് തോന്നി. ഇപ്പോൾ നിങ്ങളിത് മനസ്സിൽ വയ്ക്കുക. കാരണം നമ്മളൊരു ലോകത്ത് ജീവിക്കുകയാണ്. ഇവിടെ ഒത്തിരി കാര്യങ്ങൾ നമ്മളെ ആകർഷിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അതിൽ ദൈവം സൃഷ്ടിച്ചുള്ള ചില കാര്യങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവം അരുതെന്ന് പറഞ്ഞ കാര്യങ്ങളുമുണ്ട്. എന്നാൽ നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ
ദൈവം അരുതെന്ന് പറഞ്ഞ കാര്യങ്ങളെ നേരെ പ്രതികരിച്ചാൽ, നമ്മളെ താഴേക്ക് വലിക്കാൻ മണ്ണിന്റെ ഭാഗത്തെ നാം അനുവദിച്ചാൽ, നാം അങ്ങനെ ജീവിക്കുകയും നമ്മുടെ മനസ്സാക്ഷിയുടെ ശബ്ദത്തെ നാം അവഗണിക്കുകയും അത് നമ്മളെ മേലോട്ട് വലിക്കുമ്പം, കുറച്ച് നാളുകൾ അങ്ങനെ കഴിയുമ്പം നമ്മൾ പതിയെ മൃഗത്തിന്റെ നിലയിലേക്ക് വരും. യേശു ഒരു ചെറിയ ശിശുവിനെ എടുത്തിട്ട് അവൻ പറഞ്ഞു, സ്വർഗത്തിന്റെ ഏറ്റവും അടുത്ത ഒരു ഉദാഹരണമാണിത്. ഈ ഭൂമിയിൽ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരാണെന്ന് അവന്റെ ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ അവനൊരു ശിശുവിനെ എടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇവനാണ് ഏറ്റവും വലിയവൻ ദൈവരാജ്യത്തിൽ. കാരണം ഒരു കൊച്ചു കുഞ്ഞാണ് സ്വർഗത്തോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. ഈ ഭൂമിക്ക് മീതെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു കൊച്ചു കുഞ്ഞിന്റെ കണ്ണുകളിലേക്ക് നോക്കുക, കാണാം നിർമ്മലമായ കണ്ണുകൾ. നമുക്ക് ഈ ഭൂമിയിൽ കാണാൻ കഴിയുന്ന ഏറ്റവും നിർമ്മലമായത് സ്വർഗത്തോട് അടുത്ത് നിൽക്കുന്നത്. എന്നാൽ ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ അതിൻ്റെ പൊടിയുടെ ഭാഗത്തോടുള്ള പ്രതികരണം അത് പയ്യെ പയ്യെ ഒരു മൃഗത്തെ പോലെ ആവും. എന്നാൽ ആ കുഞ്ഞ് കർത്താവിൻ്റെ വിളിയോട് പ്രതികരിക്കുന്നെങ്കിൽ, ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് അവൻ്റെ ആത്മാവിനെ പുതുക്കാൻ അനുവദിക്കുന്നില്ലെങ്കിൽ, അവൻ പതിയെ 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 താഴോട്ട് പോകും. നമുക്ക് കാണാൻ കഴിയും, നമുക്ക് ചുറ്റുമുള്ള ഒത്തിരി മനുഷ്യര് മൃഗങ്ങൾ പോലും ചെയ്യാത്ത മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പം അവൻ ഊതി. അതിൻ്റെ ഉദ്ദേശം പുരുഷനും സ്ത്രീയും വാഴണം, മനുഷ്യനൊരു ദാസനല്ല. ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പറയാണ്, ദൈവം ഒരിക്കലും നിങ്ങളൊരു ദാസനാകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. നിങ്ങളെ കുറ്റപ്പെടുത്തന്റെ ദാസനായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഭയം, നിരാശ, നിങ്ങൾ മോഹിച്ച് പാപം ചെയ്യാൻ, മനുഷ്യഭയത്തിന്, അതുപോലെയുള്ള ഒന്നിനും ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ ജയിക്കാനാണ്. എല്ലാത്തെയും വാഴുന്ന ഒരാളായി. അതിനുള്ള ഒറ്റ വഴി, മുകളിലേക്ക് വരാൻ ഉള്ള ദൈവത്തിന്റെ ആ വിളിയോട് നിങ്ങൾ എപ്പോഴും റെസ്പോണ്ട് ചെയ്യുക. അതുപോലെ അവന്റെ ശക്തിക്കായിട്ട് താഴോട്ടുള്ള വലിയെ നിഷേധിക്കാൻ. അതുകൊണ്ട് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പം അവന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഇവിടെ പറയുന്നു, അവന്റെ സ്വരൂപം പ്രതിഫലിപ്പിക്കുകയാണ്. മനുഷ്യൻ ദൈവത്തെ പ്രതിഫലിപ്പിക്കുന്നവനായിരിക്കണം ഈ ഭൂമിയിൽ. അവിടെയാണ് അവൻ ദയനീയമായി പരാജയപ്പെട്ടത്. അപ്പോസ്തലനായ പൗലോസ് സ്ഥാനാപതി എന്ന് പറയുന്നു 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ. അവൻ പറയുന്നു, നാം ക്രിസ്തുവിന്റെ സ്ഥാനാധിപതികളാണ്. 2 കൊരിന്ത്യർ 5:20. നിങ്ങൾക്കറിയാമല്ലോ, ഒരു രാജ്യത്തിന്റെ സ്ഥാനാധിപതി അവൻ ആ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നവനാണ്. തായ്ലൻഡിന്റെ സ്ഥാനാധിപതി അവൻ തായ്ലൻഡ് എന്ന് പറഞ്ഞ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നവനാണ്. ഓസ്ട്രേലിയയുടെ സ്ഥാനാധിപതി ഓസ്ട്രേലിയയെ പ്രതിനിധീകരിക്കുന്നവനാണ്. യേശുവിന്റെ സ്ഥാനാധിപതി യേശുവിനെ പ്രതിനിധീകരിക്കുന്നവനാണ്. അവന്റെ സ്വഭാവത്തിലൂടെ, അവന്റെ പ്രവർത്തികളിലൂടെ. അതാണ് ഉൽപ്പത്തി 1 കാണുന്നത്. ദൈവം പറഞ്ഞു, മനുഷ്യനെ നമ്മുടെ സ്വരൂപത്തിൽ സൃഷ്ടിക്കാം. ദൈവം സൃഷ്ടിച്ചിട്ടുള്ള ലക്ഷോപലക്ഷം ദൂതന്മാരുണ്ട്. എന്നാൽ അവരിൽ ആർക്കും ദൈവത്തിന്റെ സ്ഥാനാധിപതിയാകാൻ കഴിയില്ല. അവർക്ക് അവന്റെ ദാസന്മാരായിരിക്കാം. ദൈവം അവരോട് ചെയ്യാൻ പറയുന്ന ഒത്തിരി കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയും. അവർക്ക് അമാനുഷികമായ ശക്തിയുണ്ട് ആ ദൂതന്മാർക്ക്. എന്നാൽ അവർക്ക് അവനെ പ്രതിനിധീകരിക്കാൻ കഴിയില്ല. ഈ മുഴുവൻ സൃഷ്ടിയിലും ദൈവത്തെ പ്രതിനിധീകരിക്കാൻ മറ്റൊന്നിനും കഴിയില്ല. ദൈവത്തെ പ്രതിനിധീകരിക്കാൻ ഒന്നുമില്ല. എന്നാൽ അവസാനമായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അവനെ പ്രതിനിധീകരിക്കാൻ അവനൊരു മനുഷ്യനുണ്ട്, ദൈവം എങ്ങനെയാണെന്ന് പ്രതിബിംബിപ്പിക്കാൻ. അതുപോലെ തന്നെ ദൈവം മനുഷ്യനെ തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചതുകൊണ്ട് മനുഷ്യന് ഈ കഴിവുണ്ട് ദൈവത്തോടെ കൂട്ടായ്മ ആചരിക്കാൻ. നമ്മുടെ ഉള്ളിലുള്ള ഒരു ഭാഗം അത് ഒരിക്കലും സന്തുഷ്ടനാകത്തില്ല ദൈവം അതിൽ നിറയാതെ. അതിനെ നിറയ്ക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. അതുകൊണ്ടാണ് മനുഷ്യൻ എപ്പോഴും അസ്വസ്ഥനായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒത്തിരി ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത്, അസ്വസ്ഥരായിരിക്കുന്നത്. ധാരാളം പണമുള്ളവർ പോലും, ഒത്തിരി ആളുകൾ ഈ ലോകത്ത് ചിന്തിക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ ഒത്തിരി പണമുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. ഒത്തിരി ആളുകളുടെ കാര്യത്തിൽ ആളുകൾ ധാരാളം പണം ഉണ്ടാക്കിയവര് അവസാനം ആത്മഹത്യ ചെയ്തു. കാരണം നമുക്ക് എങ്ങനെ പറയാൻ കഴിയും, ദൈവനിർമ്മിതമായിട്ടൊരു പൊള്ളയായ സ്ഥലം നമ്മുടെ ഉള്ളിലുണ്ട്. അങ്ങനെ ഒരു സ്ഥലം, അതിനെ തൃപ്തിപ്പെടുത്താനായിട്ട് പണത്തിനോ ലൈംഗികതയോ അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള മറ്റേതെങ്കിലും സുഖങ്ങൾക്ക്, അധികാരം, ബഹുമാനം, പണം, നിങ്ങൾക്ക് അങ്ങനെയുള്ള എല്ലാം ഉണ്ടായിരിക്കാം. എന്നാൽ ഇതിനെ നിറയ്ക്കാനായിട്ട് സൃഷ്ടിച്ച ദൈവം അവനെ തനിക്കായിട്ടാണ് സൃഷ്ടിച്ചത്.
അവനെ അർഹിക്കുന്ന സ്ഥാനം അതിനുള്ളിൽ കൊടുക്കണം. അതുകൊണ്ട് എന്താണ് ദൈവത്തിന് മനുഷ്യനെക്കുറിച്ചുള്ള ഇഷ്ടം? മനുഷ്യൻ വാഴുന്നവനായിരിക്കണം, മനുഷ്യൻ അവനെ പ്രതിനിധീകരിക്കണം. 1 അധ്യായത്തിന്റെ 28 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ്. അങ്ങനെ ഈ ഭൂമിയിലെ ഒരു പ്രതിനിധി മാത്രമല്ല, ദൈവത്തെ പ്രതിനിധീകരിക്കുന്നത് ആദമും അവയും മാത്രമല്ല, പക്ഷേ ഒത്തിരി ഒത്തിരി ആളുകൾ, അവർക്ക് മക്കളുണ്ടാകും, അവരും ദൈവത്തിനെ പ്രതിനിധീകരിക്കും. അതുകൊണ്ട് മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം കാണുമ്പം ആ കാര്യത്തിൽ മനുഷ്യൻ അത്ര ദയനീയമായി പരാജയപ്പെട്ടു എന്ന് നമുക്ക് കാണാം. ക്രിസ്ത്യാനികളാണെന്ന് അഭിമാനിക്കുന്ന പലരും, യേശുവിനെ സ്വീകരിച്ചെന്ന് പറയുന്ന പലരും, നമുക്ക് നമ്മളോട് ചോദിക്കാം, എനിക്കും നിങ്ങൾക്കും നാം കർത്താവിനെ ശരിയായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ? ഞാൻ പറയുന്നത്, നമ്മളെ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക്, അവർക്ക് നമ്മുടെ ജീവിതത്തിൽ കൂടെ എന്തെങ്കിലും ദൈവം എങ്ങനെയാണെന്ന്, നമ്മൾ ഇത് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശമായി കാണാതെ നമുക്ക് ദൈവത്തിൻ്റെ ഈ ഉദ്ദേശം നിറവേറ്റാൻ കഴിയത്തില്ല. ആ ഉദ്ദേശം എന്താണെന്ന് നാം അറിയാതെ നമുക്കത് നിറവേറ്റാൻ കഴിയില്ല. ഞാൻ ചിന്തിക്കുന്നു, ഒത്തിരി ക്രിസ്ത്യാനികൾ തന്നെ അവരെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. അവരിത് മനസ്സിലാക്കുന്നില്ല. അവർ പാപം ചെയ്യുമ്പോഴോ യേശുക്രിസ്തുവിനെ പോലെ പെരുമാറാതിരിക്കുമ്പോഴോ അവരെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടത്തെ തോൽപ്പിക്കുകയാണെന്നും ദൈവിക ഉദ്ദേശത്തിൽ നിന്ന് അകന്നു പോകുന്നെന്നും ഇതിനുവേണ്ടിയാണ് ദൈവം അവരെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നതെന്നോ. നമ്മളിവിടെ കൂട്ടായ്മകൾക്ക് പോകാനായിട്ടും ദൈവവചനം പഠിക്കാനായിട്ടും ദൈവവചനത്തെക്കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കാനും ആഴ്ചയിൽ ഒരു ദിവസം പോയി പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുക, ഇതെല്ലാം നല്ലതാണ്. അതിൻ്റെ എല്ലാം ആത്യന്തികമായിട്ടുള്ള ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ദൈവത്തിൻ്റെ സ്വഭാവത്തെ പ്രതിബിംബിക്കുന്നവരാണ്. പഴയ നിയമത്തിൽ ഇതൊരിക്കലും സാധ്യമായിരുന്നില്ല. പെന്തക്കോസ്തിന് ശേഷം ഇത് സാധ്യമാണ്. പരിശുദ്ധാത്മാവ് വന്നത് ദൈവത്തിൻ്റെ ആരംഭത്തിലുള്ള ആ ഉദ്ദേശം നിറവേറ്റാനാണ്. അത് ദൈവം മനുഷ്യനെ കുറിച്ച് ഉദ്ദേശിച്ചത്. അവനെ സൃഷ്ടിച്ചപ്പോൾ അത് തടഞ്ഞു. പിശാച് കടന്നു വന്ന് ആദാമിനെ കൊണ്ട് പാപം ചെയ്യിച്ച് ദൈവിക ഉദ്ദേശത്തെ നശിപ്പിക്കുകയും യേശുക്രിസ്തു വന്നപ്പം അത് പുനഃസ്ഥാപിച്ചു. യേശുക്രിസ്തു വന്ന് മനുഷ്യനെ പഴയ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു. മനുഷ്യനെക്കുറിച്ചുണ്ടായിരുന്ന ആരംഭത്തിലുള്ള കാര്യം നിറവേറ്റാനായിട്ട്. നിങ്ങളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം അതൊരു നേർരേഖയായിരിക്കില്ല. അത് തുടർച്ചയായിട്ട് മേളോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രേഖയായിരുന്നു. കാരണം ദൈവത്തിൻ്റെ ഉദ്ദേശം ആദാം ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ ഉയർന്നു വരണമെന്നാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. അങ്ങനെയെങ്കിലും അത് മേളോട്ട് പോകുന്നതിന് പകരം അവനെ അവിടെ വീഴുകയാണ് ചെയ്തത്. അതുകൊണ്ട് ആ വരയിൽ ഒരു വലിയ താഴ്ച സംഭവിച്ചു. എന്നാൽ ഇവിടുന്ന് കർത്താവ് വന്ന് നമ്മളെ പൊക്കി പഴയ സ്ഥലത്ത് നമ്മൾ എവിടെ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചോ അവിടെ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആരംഭത്തിലുള്ള പ്ലാന് ഒരു വര അത് മുകളിലോട്ട് പോകുന്നതായിരിക്കണം. എന്നാൽ ആരംഭത്തിൽ തന്നെ അതിന് വലിയ താഴ്ച ഉണ്ടായി, കാരണം മനുഷ്യന്റെ പാപം. അങ്ങനെ ആ താണ സ്ഥാനത്താണ് നമ്മളിപ്പം. എന്നാൽ കർത്താവ് വന്ന് നമ്മുടെ ജീവിതത്തിൽ വീണ്ടും ജനനം സംഭവിച്ചതിന് ശേഷം, അങ്ങനെ നമ്മൾ രക്ഷിക്കപ്പെട്ട ശേഷം ദൈവം നമ്മളെ തിരിച്ച് നമ്മളെ ഉയർത്തി, കർത്താവ് നമ്മളെക്കുറിച്ച് ഉദ്ദേശിച്ച ആ ഉയർന്ന ലൈനിലേക്ക്, അവന്റെ ഉദ്ദേശം അവിടെ നമ്മൾ അങ്ങനെ ആയിരിക്കാനായിട്ടല്ല, അവിടുന്ന് നമ്മൾ ഉയർന്ന് ദൈവത്തിന്റെ ആ ലക്ഷ്യത്തിലേക്ക്, ദൈവത്തെ പ്രതിബിംബിക്കുന്ന ആ കാര്യത്തിൽ ഞാൻ ഉയർന്ന് ആ പൂർണ്ണതയിലെത്തണം. ഗ്രാഫിൽ ആ വര ഉയർന്നുകൊണ്ടിരിക്കണം. അനേക ക്രിസ്ത്യാനികൾ ഇത് മനസ്സിലാക്കുന്നില്ല. അവർ ചിന്തിക്കുന്നു രക്ഷ എന്ന് പറഞ്ഞാൽ നമ്മളെ ആ കുഴിയിൽ നിന്ന് പൊക്കി എടുത്ത് ഈ പ്രത്യേക സ്ഥാനത്ത് കൊണ്ട് വെക്കുന്നതാണ്. അതിനുശേഷം അവിടെ തന്നെ അവരിയ്ക്കും. അതിനുശേഷം അവർ ചിന്തിക്കും, ഒരുപക്ഷെ ഞാനിപ്പോൾ ചുറ്റി നടന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ കാര്യം മറ്റുള്ളവരോട് പങ്കുവെക്കണം. യേശുക്രിസ്തു നമ്മുടെ പാപത്തിനായിട്ട് മരിച്ചു, മറ്റുള്ളവരെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. നല്ല കാര്യമാണ്. എന്നാൽ ദൈവത്തിന്റെ മുഴുവൻ ഉദ്ദേശം എന്ന് പറയുന്നത് എന്നെ അവിടെ നിന്ന് പൊക്കിയെടുത്ത് ആ വരയിൽ കൊണ്ടുവച്ചു, അങ്ങനെ ഞാൻ അവിടെ നിന്ന് ആ പൂർണ്ണ ഉദ്ദേശത്തിലേക്ക് വളരണം. അത് സംഭവിക്കുന്നില്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാൻ കഴിയും, എന്റെ വീണ്ടെടുപ്പിൽ കൂടി ഉദ്ദേശിക്കപ്പെട്ടതിന്റെ മിക്ക ഭാഗവും ഞാൻ നിറവേറ്റില്ല. നമ്മുടെ പാപത്തിന്റെ ക്ഷമ മാത്രമാണ് നമ്മൾ അനുഭവിച്ചെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പാപത്തെക്കുറിച്ചുള്ള കുറ്റബോധം മാത്രമാണ് വിശദീകരിക്കപ്പെട്ടെങ്കിൽ, അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ മുഴുവൻ ഉദ്ദേശവും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങളുടെ ഊണുമുറിയിൽ ഗ്ലാസ് ഉണ്ട്, നിങ്ങളത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തു. എന്തുകൊണ്ടാണ് ആ ഗ്ലാസ് നന്നായിട്ട് കഴുകിയത്? അതൊരു ഡെക്കറേഷന് വേണ്ടിയല്ല. ഗ്ലാസ് നമ്മൾ ഡെക്കറേഷന് വേണ്ടി വെക്കാറില്ല. ആ കപ്പ് നിങ്ങൾ ക്ലീൻ ചെയ്ത് അതിനകത്തൊരു പാനീയം എടുക്കാൻ വേണ്ടിയാണ്. നമ്മളത് കുടിക്കും. അതൊരു പക്ഷേ പാലോ വെള്ളമോ അതൊരു കാപ്പിയോ ചായയോ ആകാം.
ആ ഗ്ലാസ് കഴിയേണ്ട മുഴുവൻ ഉദ്ദേശം അതിലെന്തെങ്കിലും നിറയ്ക്കാൻ വേണ്ടിയാണ്. യേശുക്രിസ്തു വന്നതിൻ്റെ മുഴുവൻ ഉദ്ദേശം നമ്മളെ മടക്കി കൊണ്ടുവന്ന് നമ്മളെ ശുദ്ധീകരിച്ചു. അങ്ങനെ അവൻ അവസാനമായി ആത്യന്തികമായിട്ട് ദൈവത്തിൻ്റെ ആ ഉദ്ദേശത്തിലേക്ക് കൊണ്ടുവരിക, അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുക. അതിവിടെ വിവരിക്കുന്നു. നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ നിർമ്മിക്കുക. അവിടെയാണ് ആദാം തോറ്റുപോയത്. കർത്താവ് ഇപ്പം ആ സ്ഥാനത്തേക്ക് എന്നെ മടക്കി കൊണ്ടുവന്നു. ഞാനിപ്പം ദൈവത്തെ പ്രതിബിംബിക്കണം. ഞാൻ ക്രിസ്തുവിൻ്റെ ഒരു സ്ഥാനാധിപതി ആയിരിക്കണം. ഞാൻ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം യേശുക്രിസ്തു എങ്ങനെയാണെന്ന്. അതാണ് എൻ്റെ വിളി എന്ന് ഞാൻ മനസ്സിലാക്കിയാൽ, ഏതെങ്കിലും സമയത്ത് ഞാൻ തോക്കുമ്പം, ഞാൻ തെന്നി വീഴുമ്പോൾ, ആ വിളിയിൽ നിന്ന് ഞാൻ പറയും, ഞാൻ ദൈവത്തെ ഇവിടെ തോൽപ്പിച്ചു കളഞ്ഞു. അത് വളരെ ഗുരുതരമായ കാര്യമാണ്. ഞാൻ ദൈവത്തെ തോൽപ്പിച്ചു കളഞ്ഞത്. എനിക്ക് ആ ഉദ്ദേശത്തിലേക്ക് മടങ്ങി വരേണ്ടതുണ്ട്, അത് നിറവേറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ മാനസാന്തരപ്പെടണം. കർത്താവേ, ഞാൻ നിന്നെ ചെറുതാക്കി. എനിക്ക് ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ അവിടത്തേക്കുണ്ടായിരുന്ന ഉദ്ദേശം, അത് നീ എൻ്റെ ജീവിതത്തിൽ തിരിച്ചു തന്നതാണ്, ക്രിസ്തുയേശുവിലുള്ള ആ രക്ഷയിൽ കൂടെ. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ഇതാണ് ആ രണ്ട് വലികൾ. താഴേക്കുള്ള വലി നമ്മുടെ ദേഹത്തിൽ കൂടി, അത് പൊടി കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട്. മുകളിലേക്കുള്ള വലി, അത് വീണ്ടും ജനിച്ച എല്ലാവരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മനസ്സാക്ഷിയിൽ ഉണ്ടാകുന്ന ആ ശബ്ദം, അത് നമ്മളെ മുകളിലോട്ട് വലിക്കുകയാണ്. അത് സ്വർഗീയ കാര്യങ്ങളിലേക്ക്. ഇവിടെയാണ് എനിക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവശ്യമായിരിക്കുന്നത്. ഈ മേളിലോട്ടുള്ള വലിയോട് ഞാൻ പ്രതികരിച്ചുകൊണ്ടിരിക്കാൻ. പൗലോസ് ഒരിക്കൽ പറഞ്ഞു, അത് കർത്താവ് തന്നെ പിടിച്ചതുകൊണ്ട് അത് പിടിക്കാമോ എന്നുള്ള ആഗ്രഹം. അവനറിയാമായിരുന്നു കർത്താവ് തന്നെ പിടിച്ചത് ഒരു ഉദ്ദേശത്തോടെയാണ്. പൗലോസിനെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ പറയാം. അവൻ ആത്മാക്കളെ രക്ഷിക്കുകയും സഭ പണിയുകയും ചെയ്യുക എന്നുള്ളതായിരുന്നില്ല. പൗലോസിനെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം, അവൻ ദൈവത്തിന്റെ രൂപം പ്രതിഫലിപ്പിക്കണം. അവനൊരു വാഴുന്നവനാണ്. അങ്ങനെ ആ സ്ഥാനത്തിരുന്ന് അവൻ ദൈവത്തെ ശുശ്രൂഷിക്കണം, ആത്മാക്കളെ രക്ഷിക്കണം, സഭ പണിയണം. ദൈവം ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ അവനൊരു ദാസനെ വേണ്ടിയിട്ടല്ല, അവന് ലക്ഷക്കണക്കിന് ദൂതന്മാരുണ്ട്. അവൻ ഇങ്ങനെയല്ല പറഞ്ഞ, ഇവിടെ ഒരു തോട്ടമുണ്ട്, ആ തോട്ടം നോക്കാനായിട്ട് എനിക്ക് ഒരാളെ വേണം. അതിനുവേണ്ടി അല്ല ദൈവം ആദാമിനെ സൃഷ്ടിച്ചത്. അവൻ ആദാമിനെ സൃഷ്ടിച്ചത് കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ആദാമിനെ സൃഷ്ടിച്ച ആ ദിവസം, ആദാമിനെ സൃഷ്ടിച്ച ആ ആദ്യ ദിവസം, അതൊരു അവധി ദിവസമായിരുന്നു, ഒരു ശബത്ത് ദിവസം. ദൈവത്തിന് 7-ാം ദിവസം, ആദാമിന് 1-ാം ദിവസം. അവനുമായിട്ട് കൂട്ടായ്മ കൂടി. ദൈവം ആദാമിനോട് പറയാൻ ശ്രമിക്കുകയാണ്, നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കൂട്ടായ്മയാണ്. ഞാൻ നിന്നോട് കൂട്ടായ്മ കൂടാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ മാത്രമേ നിനക്ക് എൻ്റെ സ്വഭാവം പ്രതിബിംബിക്കാൻ കഴിയൂ. വൈദ്യുതി പോലെ നിങ്ങൾക്കൊരു ബൾബ് കത്തിക്കണമെങ്കിൽ അത് ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം. അത് മനുഷ്യൻ ദൈവത്തോട് ബന്ധപ്പെട്ടിരിക്കുമ്പോഴേ അവനിൽ കൂടെ ദൈവത്തിന്റെ സ്വഭാവം വരും. മനുഷ്യനൊരു ബൾബ് പോലെയാണ്. മനുഷ്യന് ദൈവത്തിന്റെ സ്വഭാവം പ്രതിഫലിപ്പിക്കാനുള്ള ക്ഷമതയുണ്ട്, പക്ഷേ അവന് സ്വയമായിട്ട് അത് ചെയ്യാൻ കഴിയില്ല. ഒരു ബൾബിനെ സ്വയമായിട്ട് പ്രകാശിക്കാൻ കഴിയാത്ത പോലെ അതിന് കത്താനുള്ള ക്ഷമതയുണ്ട്, ഇവിടെ ഉള്ളതുപോലെ ഒത്തിരി വെളിച്ചം കൊടുക്കാൻ. എന്നാൽ അതിന് തന്നെ ലൈറ്റ് കൊടുക്കാൻ കഴിയത്തില്ല. എന്നാൽ അത് സോക്കറ്റിലേക്ക് കുത്തിയാൽ ആ വിദ്യുശക്തി അതിലേക്ക് പ്രവഹിക്കുമ്പോൾ അത് കത്തും. ഇത് മനോഹരമായ ഒരു ചിത്രമാണ്. എങ്ങനെയാണ് ആദവും ഹവ്വയും ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നത്. അവനോട് ബന്ധപ്പെട്ടിരിക്കുക, ദൈവത്തിന്റെ ജീവൻ അവരിലേക്ക് ഒഴുകി വരുന്നു. അങ്ങനെ അവരിൽ കൂടി അത് വെളിപ്പെടുന്നു. അവിടെയാണ് അവർ പരാജിതരായത്. അതുകൊണ്ട് ദൈവം നമ്മളോട് ചോദിക്കുന്നില്ല ഈ മോഹങ്ങളെ നമ്മൾ തന്നെ ജയിക്കാനായിട്ട്. നമ്മളിൽ എല്ലാവരെയും ഈ മോഹങ്ങളെ താഴേക്ക് വലിക്കുന്നുണ്ട്. അങ്ങനെയാണ് പാപം ഉണ്ടാകുന്നത്. അവൻ പറയുന്നത്, നീ ഞാനുമായിട്ട് ബന്ധിച്ചിരിക്കുക, എന്റെ ആത്മാവിനെ നിന്റെ ഉള്ളിൽ വന്ന് അതിനെ നിറയ്ക്കാൻ അനുവദിക്കുക. അങ്ങനെ ആ ബൾബ് പ്രയാസമില്ലാതെ കത്തുന്ന പോലെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ ആ ശക്തി തരാനായിട്ട് കഴിയും. ആദാം എങ്ങനെ ജീവിക്കാൻ ദൈവം ആഗ്രഹിച്ചോ അതുപോലെ ജീവിക്കാനായിട്ട് നിങ്ങളും അങ്ങനെ ജീവിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.